അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അധികം മഹബ്ബത്തുള്ളത് അള്ളാഹുവിനോടാണ്. അതിനാൽ അള്ളാഹുവിനോട് നാം ഏറ്റവും അധികം മഹബ്ബത്ത് വെക്കുക. അങ്ങനെ നാം മഹബ്ബത്തുള്ള അള്ളാഹുവിനെ നാം ഏറ്റവും സ്നേഹിക്കുകയും ഇത്തഖുല്ലാഹ് അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അതിനാൽ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാറ ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈന, എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും 60-ൻ്റെയും 70-ൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ തുച്ഛമായ പ്രായത്തിലാണ് നാം നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ്. മനുഷ്യനും അതുപോലെ തന്നെ സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കുമൊന്നും അധികം നിലനിൽപ്പില്ലാത്തതാണ്. അവകളധികം നിലനിൽക്കുകയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു തആലയാണ്. ഹയ്യുൻ, എന്നും എന്നും ജീവിക്കുന്നവനാണവൻ. അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യഭൂതവർഗങ്ങളെ അള്ളാഹു തആല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യനെ ബലഹീനമായിട്ടാണ് അള്ളാഹു തആല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം പരമാവധി അള്ളാഹുവിലേക്ക് നാം തഖ്വ ചെയ്ത് നാം മടങ്ങുക. അള്ളാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.